അപ്പോൾ നമുക്ക് ഇന്ന് ഒരു പോർട്ടബിൾ ബ്ലൂടൂത്ത് സ്പീക്കർ ഒന്ന് പരിചയപ്പെട്ടാലോ. സെബ്നോണിക്സ് എന്ന് പറയുന്ന ബ്രാൻഡ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള അവരുടെ സെബ് ആക്സോൺ 500 എന്ന് പറയുന്ന മോഡലാണിത്. നല്ല കിഡിലുള്ള ഒരു പാക്കിങ്ങിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് റിസീവ് ആയത്. അപ്പൊ നമുക്ക് ഈ ഒരു ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഈ സ്പീക്കർ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ പോർട്ടബിൾ ബ്ലൂടൂത്ത് സ്പീക്കർ. ഇതിൽ RGB ലൈറ്റിംഗ് സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് ബോക്സിൽ മറ്റെന്തൊക്കെ ഉണ്ടായിരുന്നു പറയാം. ഒരു ഓക്സ് കേബിൾ ഉണ്ടായിരുന്നു, അതേപോലെ ഒരു Type-C USB കേബിളും ഉണ്ടായിരുന്നു, പിന്നെ യൂസർ മാനുവലിന്റെ ഒരു ചെറിയ കാർഡും ഉണ്ടായിരുന്നു. ആ കാർഡിൽ നൽകിയിട്ടുള്ള QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ യൂസർ മാനുവൽ കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. 4 കിലോയുടെ അടുത്ത് ഇതിന് വെയിറ്റ് ഉണ്ട്. 4 കിലോയിൽ കൂടുതൽ ഇതിന് വെയിറ്റ് ഉണ്ട്. 4.17 ഗ്രാം ആണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത്രയും വെയിറ്റ് ഉണ്ട്. അപ്പൊ ഇതിന് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റിയ ഒരു ഹാൻഡിലൊക്കെ നൽകിയിട്ടുണ്ട്. നല്ല മെറ്റൽ ബിൽഡ് ആയിട്ടുള്ള ഒരു ഹാൻഡിൽ നൽകിയിട്ടുള്ള നല്ല സ്ട്രോങ് ആണ്. ഇപ്പം ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ നമുക്ക് കിട്ടി അത് കയ്യിൽ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയാണ്. അമ്മാതി സ്ട്രോങ് ബിൽഡ് ക്വാളിറ്റിയിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് സെബ്നോണിക്സ് ഇറക്കിയിട്ടുള്ളത്. ആദ്യം നമുക്ക് ഇതിന്റെ ഫിസിക്കൽ ഓവർവ്യൂ നോക്കാം. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഗ്ലാസ് ഫിനിഷിംഗ് നൽകിയിട്ടുണ്ട്. ഇതിനുള്ളിൽ RGB ലൈറ്റിംഗ് സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെയായിട്ട് ഒരു ഫാബ്രിക് ഫിനിഷിംഗ് ആണ് നൽകിയിട്ടുള്ളത്. അതിന്റെ താഴെയായിട്ട് ഇവിടെ ചെറിയ ഹോൾസ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഇതൊരു ഡിസൈൻ മാത്രമാണ്, ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് റബ്ബർ പാഡിങ് നൽകിയിട്ടുണ്ട്. എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നിരങ്ങിയൊന്നും പോകത്തില്ല, സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും. പിന്നെ ഇതിന്റെ ടോപ്പിലായിട്ടാണ് ഇതിന്റെ കണക്ടിവിറ്റി ഓപ്ഷൻസും അതേപോലെ കൺട്രോൾസ് നൽകിയിട്ടുള്ളത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഇത്രയുമാണ് ഇതിന്റെ ഒരു ഫിസിക്കൽ ഓവർവ്യൂ. ഫസ്റ്റ് ഇംപ്രഷനിൽ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയും ഡിസൈനും ഒക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ലഭിക്കുന്നത് നോക്കാം. 100 വാട്ട്സിന്റെ RMS ഔട്ട്പുട്ട് ആണ് ഇതിൽ നിന്ന് കിട്ടുക. 6 അവേഴ്സിന്റെ ബാറ്ററി ബാക്കപ്പ് ആണ് ബ്രാൻഡ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഏകദേശം അതിനടുത്തൊക്കെ നമുക്ക് കിട്ടും. ഒരു 5 അവേഴ്സ് എങ്കിലും ബാറ്ററി ബാക്കപ്പ് ഞാൻ ഇത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ ചാർജിംഗ് ടൈം ബ്രാൻഡ് മെൻഷൻ ചെയ്തിരിക്കുന്നത് 5 അവേഴ്സ് ആണ്. 5000 mAh ബാറ്ററി കപ്പാസിറ്റി ആണ് ഇതിൽ വരുന്നത്. ഇതൊരു ബിൽഡ് ഇൻ പവർ ബാങ്ക് കൂടിയാണ്. ടോട്ടൽ 8 ഡ്രൈവേഴ്സിന്റെ സ്പീക്കേഴ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. IPX5 വാട്ടർ റെസിസ്റ്റന്റ് ആണ്. ചെറിയ തോതിൽ വെള്ളമൊന്നും വീണ് കഴിഞ്ഞാൽ ഇതിൽ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. അതേപോലെ ഇതിൽ ഇക്വലൈസർ മോഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ഇക്വലൈസർ മോഡുകൾ വരുന്നുണ്ട്. TWS ഫംഗ്ഷൻ ഉണ്ട്. ബ്ലൂടൂത്ത് 5.3 വേർഷൻ ആണ് നൽകിയിട്ടുള്ളത്. ഓക്സും USB ഒക്കെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതിൽ RGB ലൈറ്റിംഗ് സെറ്റപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ ടോട്ടൽ ഇതിൽ 8 ഡ്രൈവേഴ്സ് ആണ് വരുന്നത്. 6.9 സെന്റിമീറ്ററിന്റെ 4 മെയിൻ ഡ്രൈവർ വരുന്നുണ്ട്. അതേപോലെ 3.81 സെന്റിമീറ്ററിന്റെ 4 ടീറ്റർ കൂടി ഇതിൽ നൽകിയിട്ടുണ്ട്. ഫ്രീക്വൻസി റെസ്പോൺസ് വരുന്നത് 50 ഹെർട്സ് മുതൽ 20K ഹെർട്സ് വരെയാണ്. ഇനി ഇതിന്റെ കണക്ടിവിറ്റി ഓപ്ഷൻസ് നോക്കാം. 64 GB വരെയുള്ള USB മെമ്മറി ഇതിൽ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. കണക്ടിവിറ്റി ഓപ്ഷൻസ് നൽകിയിരിക്കുന്നത് ഇതിന്റെ ടോപ്പിലായിട്ടാണ്. ഇവിടെ നമുക്കൊരു DC ഇൻ പോർട്ട് കാണാൻ സാധിക്കും, Type-C. അതേപോലെ അതിനടുത്തൊരു USB പോർട്ട് ഉണ്ട്, ഒരു ഓക്സ് പോർട്ട് ഉണ്ട്. ഇത് നല്ല ടൈറ്റ് ആയിട്ട് ക്ലോസ് ആയിരിക്കും. വെള്ളമൊന്നും ഇറങ്ങാത്ത രീതിയിലാണ് ഈ ഒരു പോർഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിന്റെ കൺട്രോൾ ബട്ടൺസും ടോപ്പിലായിട്ടാണ് നൽകിയിട്ടുള്ളത്. ഇതിന് മുകളിൽ നൽകിയിട്ടുള്ള ഈ പവർ ബട്ടണിൽ ലോങ് പ്രസ് ചെയ്ത് നമുക്കിത് ഓൺ ചെയ്യാനായിട്ട് പറ്റും. Zebronics, always ahead. Bluetooth mode. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ RGB ലൈറ്റ് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതിനടുത്തായിട്ടാണ് ഇക്വലൈസർ ബട്ടൺ. അതിന്റെ അടുത്തായിട്ട് TWS ബട്ടൺ ഉണ്ട്. TWS mode. അതിനടുത്ത് മോഡ് ചേഞ്ച് ചെയ്യാനുള്ള ബട്ടണാണ് ഈ കാണുന്നത്. ഇത് പ്ലേ പോസ് ചെയ്യാനുള്ള ബട്ടണും ഈ കാണുന്നത് ഓൺ ഓഫ് ചെയ്യാനുള്ള ബട്ടണുമാണ്. സൈഡിൽ കൊടുത്തിട്ടുള്ള ഈ പ്ലസ് മൈനസ് ബട്ടൺ ആണ് വോളിയം അപ്പ് ഡൗൺ ചെയ്യാനായിട്ടുള്ള ബട്ടൺസ്. RGB ലൈറ്റിന്റെ പാറ്റേൺ നമുക്ക് ഇതിൽ നൽകിയിട്ടുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. 3-4 പാറ്റേൺസ് നൽകിയിട്ടുണ്ട്. അതേപോലെ സെയിം ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് തന്നെയാണ് നമ്മൾ ഇത് ഓഫ് ചെയ്യുന്നത്. അതായത് RGB ലൈറ്റിംഗ് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും ആ സെയിം ബട്ടണിൽ തന്നെ സാധിക്കുന്നതാണ്. ഞാൻ ഈ ഒരു സ്പീക്കർ ഏകദേശം 1 വീക്ക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് ഒക്കെ എനിക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു സൗണ്ട് ക്വാളിറ്റി ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ബേസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല ബേസ്, അതേപോലെ ട്രിബിളും അത്ര മോശമല്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടും. ഓവർ ഫുൾ സൗണ്ടിലൊന്നും വലിയ ഡിസ്ട്രോഷൻസും പ്രശ്നങ്ങളും ഒന്നും ഫീൽ ചെയ്തില്ല. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പോർട്ടബിൾ ബ്ലൂടൂത്ത് സ്പീക്കർ നോക്കുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 5 kg അല്ലെങ്കിൽ ഒരു 4 kg അടുത്ത് ഒക്കെ ഉള്ളൊരു ബ്ലൂടൂത്ത് സ്പീക്കർ ആണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു മോഡലാണിത്. ഇതിന്റെ ഡിസൈനും കാര്യങ്ങളും ഒക്കെ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമുക്കിത് എവിടെ വേണമെന്നുണ്ടെങ്കിലും കൊണ്ടുപോകാം. വാട്ടർ പ്രൂഫ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ വാട്ടർ പ്രൂഫ് അല്ല, IPX5 ആണ് ഇതിന്റെ വാട്ടർ റെസിസ്റ്റന്റ് വരുന്നത്. അപ്പോൾ സാമാന്യം നല്ല ബിൽഡ് ക്വാളിറ്റിയും സൗണ്ട് ക്വാളിറ്റിയും ഒക്കെ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നോക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് പരിഗണിക്കാം. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ബൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നൽകിയിട്ടുണ്ട്. അതേപോലെ ഇതിന്റെ പ്രൈസ് എത്രയാണെന്നുള്ളത് സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രൈസിലാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ ഇതിന്റെ പ്രൈസ് കൂടാനും കുറയാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും എവിടെയാണോ ഏറ്റവും വിലക്കുറവിൽ കിട്ടുന്നത് അവിടെ നിങ്ങൾ പർച്ചേസ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതേപോലെയുള്ള അൺബോക്സിംഗ് വീഡിയോകൾ ഒരുപാട് യൂണീക്ക് ആയിട്ടുള്ള പല പ്രൊഡക്റ്റുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. ആ വീഡിയോകളൊക്കെ ആദ്യം തന്നെ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെൽ ഐക്കണിലൂടെ ക്ലിക്ക് ചെയ്തേക്കുക. ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഇതിൽ നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ ആയി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.